നമ്മുടെ ഇന്നത്തെ യാത്ര യോസഫിൻ്റെ പണിശാലയിലേക്കാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചർച്ച് ഓഫ് അനൗൺസിയേഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന് തൊട്ട് പുറകിലായി കാണുന്ന ഈ ദേവാലയമാണ് സെൻറ്റ് ജോസഫ് ചർച്ചിലേക്കുള്ള പോകുന്ന വഴിയിലുള്ള ദേവാലയമാണ് ഈ കാണുന്നത്. ചർച്ച് ഓഫ് അനൗൺസിയേഷൻ്റെ പുറകിലായി ഈ കാണുന്ന സ്റ്റാച്ചു ജോസഫിൻ്റെ പ്രതിമയാണ്. വളരെയധികം വിഷാദനായിരിക്കുന്ന ഒരു ജോസഫിൻ്റെ പ്രതിമ ഇവിടെ കാണാം. ബൈബിളിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു വാദഭാഗം ഇതിനോടനുബന്ധമായി വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയതിനു ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ ഒരു അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്നും പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. നമ്മളിപ്പോൾ ഉള്ളത് നസറത്തിൽ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ മുൻപിലാണുള്ളത്. സെൻറ്റ് ജോസഫ് ചർച്ചിലേക്ക് കയറുന്നതിനുള്ള എൻട്രൻസ് കവാടത്തിലാണ്. യോസഫിൻ്റെ പണിശാലയിലേക്കുള്ള മാർഗമധ്യേ ഉണ്ടായിരുന്ന ഗബ്രിയേൽ ദൂതൻ്റെയും മറിയുടെയും പ്രതിമയിൽ നിന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ ഞങ്ങൾ മറന്നില്ല. പള്ളിയുടെ പിൻഭാഗത്തുള്ള കവാടത്തിലൂടെ ഉള്ളിലേക്ക് കയറി താഴെയുള്ള ഒരു ഗുഹയുടെ അടുത്തേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. യോസഫിൻ്റെ പണിശാലയായിരുന്നു ഇതെന്ന് കരുതപ്പെടുന്നു. തിരുക്കുടുംബം ഇവിടെയാണ് അത്രേ പാർത്തിരുന്നത്. തിരുക്കുടുംബത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഈജിപ്തിലെ ഇസ്രായേൽ വീഡിയോയുടെ ആദ്യ ഭാഗം ഇട്ടിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു ദേവാലയവും ഒരു കിണറും ഒക്കെ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഞാനത് ടാഗ് ചെയ്യുന്നതാണ്. യഹൂദന്മാർ ആചാരമായ കുളിക്കും പിന്നീട് ക്രൈസ്തവർ സ്നാനത്തിനും ഉപയോഗിച്ചിരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരു സ്നാനഘട്ടവും ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഗബ്രിയേൽ ദൂതൻ യോസഫിനോട് സംസാരിക്കുന്നത്, യോസഫ് മറിയ വിവാഹം, മരണാസന്നനായ യോസഫിനോടൊപ്പം മറിയയും യേശുവും എന്നിങ്ങനെ മനോഹരമായ 3 സ്റ്റൈൻഡ് ഗ്ലാസ് ചിത്രീകരണവും ഇവിടെ നമുക്ക് കാണാമായിരുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ മനോഹരമായ ഒരു മാർബിൾ ഒരു ഡ്രോയിങ് ഇവിടെയുണ്ട്. ഇവിടെ ഒരിക്കലും ഒരിടത്തും കാണാൻ കഴിയാത്തതായിട്ട് വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. ആൾക്കാർ അവിടെ കൂടിയിരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായിട്ട് ധാരാളം തിക്കും തിരക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ധാരാളം ആൾക്കാർ പണമായും ഡോളർ, കോയിൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ഇട്ടിരിക്കുന്നത് കാണാം. പ്രാർത്ഥനാ കുറിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചർച്ച് ഓഫ് അനൗൺസിയേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു സിനഗോഗ് ചർച്ച് സമീപത്ത് തന്നെയുണ്ട്. യേശു 30 വയസ്സ് വരെ പൊയ്ക്കൊണ്ടിരുന്ന പുരാതന സിനഗോഗിൻ്റെ മുകളിലാണ് ഈ ദേവാലയം പണിതതെന്ന് പാരമ്പര്യമൃതം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 15 മുതലുള്ള വാക്യങ്ങൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണത്തിൽ അവന് കാണിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പൃഥുനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയുടെയും മകനും യാക്കോബ്, യോസൈ, ദ്യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ അല്ലയോ എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പൃഥുനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ച് സഞ്ചരിച്ചു പോന്നു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ആൽമണ്ടാണ് ഈ നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? നസ്രത്ത് നിൽക്കുന്ന ആൽമണ്ടാണ്. എന്താണെന്ന് മനസ്സിലായില്ല. ആദ്യം പിന്നെ ചെടി പുഴക്കുന്നു, പക്ഷേ ഇത് ആൽമണ്ടാണ്. ഇതുണ്ട്. അനാറപ്പുറം നിൽപ്പുണ്ട്, ഓറഞ്ച് നിൽപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ ലെമൺ ഒക്കെ നിൽപ്പുണ്ട്. നിങ്ങളീ കാണുന്നത് ആൽമണ്ട്സ് ആണ്. Oh, let's go. There. കാലിതൻ കൂട്ടിൽ മയങ്ങി ദൈവപുത്രൻ മയങ്ങി മാനവരക്ഷയ്ക്കായി ദൈവപുത്രൻ